വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ എതിർപ്പ് തുടർന്ന് പ്രതിപക്ഷം. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ നീക്കമെന്ന് കോൺഗ്രസ്. ചട്ടം പാലിക്കണമെന്ന് അമിത്ഷാ. ലോക്സഭയിൽ ബഹളം. जब आपको डिबेट होगा तो पर्याप्त मौका मिलेगा. आप सारा विषय रखना, डिबेट के समय कोई दिक्कत नहीं. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ വോട്ടെടുപ്പിലൂടെ അനുമതി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം രൂക്ഷം. സുധാകരന്റെ KC അനുകൂല പോസ്റ്റിന് പിന്തുണയുമായി കൂടുതൽ നേതാക്കൾ. ചർച്ചകളിൽ അതൃപ്തി അറിയിച്ച് K മുരളീധരനും സണ്ണി ജോസഫും. മുഖ്യമന്ത്രി ചർച്ചയിൽ തൽപരനല്ലെന്ന് KC. ഫലം വന്ന ശേഷം മതി ചർച്ചയെന്ന് ചെന്നിത്തല. നിതിന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് വിദ്യാർത്ഥികൾ. ഡെന്റൽ കോളേജിന് മുന്നിൽ ക്ലാസ് ബഹിഷ്കരിച്ച് വിദ്യാർത്ഥി സമരം. ഡോക്ടർ റാമിനെതിരെ പരാതിയുമായി കൂടുതൽ രക്ഷിതാക്കൾ. കോളേജിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പ്. കൊടും ചൂടിൽ വെന്തുരുകി കേരളം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവാവിനെ അടിച്ചുകൊന്നു. കൊല്ലപ്പെട്ടത് തിരുവല്ലം വണ്ടിത്തടം സ്വദേശി സുമൻ. പ്രതികളായ സഹോദരന്മാർ കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് പിന്നിൽ ബാറിലെ തർക്കം. ഹോർമുസിൽ ഉപരോധം കടുപ്പിച്ച് US. വകവെക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. അതേ നാണയത്തിൽ മറുപടിയെന്ന് ഇറാൻ. ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. അടുത്ത ഘട്ട ചർച്ച ഇസ്ലാമാബാദിലെന്ന് സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ്. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷം എതിർപ്പ് തുടരുന്നതിനിടെ ബിൽ അവതരിപ്പിക്കാനുള്ള അനുമതി വോട്ടിനിട്ട് പാസായി. നാളെ വൈകിട്ട് 4 മണിക്കാണ് വോട്ടെടുപ്പ്. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ പാസാവാൻ ഹാജരായ അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം വേണം. ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിയത്. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ നീക്കമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. Sir, therefore, we insisted that women reservation should be implemented in 2024. You brought a bill that women reservation will be implemented after the census and census after delimitation. This is by the government only, not from opposition. Now you are telling delimitation census is not possible before 2029. Therefore, you have a better example in Assam. You have a better example in Jammu Kashmir. How you completely done the delimitation exercise. Every entire country know that. You want to centralize that delimitation now national. Sir, my point is that, sir, this is against this is against. Sir, you are. When Indira Gandhi ji was the Prime Minister, the protection of the state has been given by the Constitution. 25 years. Sir, Atal Bihari Vajpayee ji also in 2001. Atal Bihari Vajpayee also extended that protection. Now you want to take away the protection given by Indira ji and Atal Bihari Vajpayee. Your intention is very clear, sir. Your intention is to hijack Indian democracy. You are know about the Indian people mindset. You are scared of 2029 election. Yeah. You want an escape route to cover up that 2029. That's why you bring the anti-constitutional bill. Therefore, I think the minister has to withdraw this bill, sir. This is the minister has to withdraw the bill. വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വനിതാ സംവരണ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് അത് ഒളിച്ചുകടത്തലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മണ്ഡല പുനർനിർണയമാണ് ലക്ഷ്യം. അതുവഴി സീറ്റുകളുടെ എണ്ണം കൂട്ടി 2029-ലും BJP അധികാരത്തിലെത്തിക്കുവാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിനാൽ വനിതാ സംവരണ ഭേദഗതി ബിൽ മാറ്റിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ മണ്ഡല പുനർനിർണയം ആവശ്യമില്ല എന്ന കാര്യവും പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. പുതിയ സെൻസസ് അനുസരിച്ചുള്ള മണ്ഡല പുനർനിർണയം മതി എന്നുള്ള നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം പഴയ സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്തി അതുവഴി വനിതാ സംവരണം നടപ്പാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് കേന്ദ്ര സർക്കാർ ഇട്ടുകൊടുത്തിരിക്കുന്നത്. വനിതാ സംവരണത്തെ ഒരു കാരണവശാലും എതിർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് ഭരണപക്ഷത്തിന് അറിയാം.
പക്ഷേ ഇവിടെ പ്രതിപക്ഷം ശക്തമായി തന്നെ എതിർപ്പ് അറിയിക്കുന്നുണ്ടല്ലോ ആ ഒളിച്ചു കടത്തൽ നടക്കില്ല എന്നുള്ള കാര്യം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് പ്രതിപക്ഷത്തിന് പറയുവാൻ അവസരം കിട്ടിയത്? മഞ്ജുഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മഞ്ജുഷ പറഞ്ഞത് തന്നെയാണ്. ഈ വിഷയം വനിതാ സംവരണ ബില്ലിനെ അത് നടപ്പാക്കുന്നതിനെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും എതിർക്കാൻ കഴിയില്ല. അവരെല്ലാവരും കൂടി യോജിച്ചാണ് അങ്ങനെ ഒരു ബിൽ പാസ്സാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും അതിൽ വിയോജിപ്പ് അറിയിച്ച കക്ഷികളല്ല. ഐകണ്ഠ്യേന പാസ്സാക്കിയ ഒരു ബില്ലാണ്. പക്ഷേ ഈ ബില്ല് നടപ്പാക്കാൻ വേണ്ടി, വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ആകെ പാർലമെന്റ് 543 അംഗ പാർലമെന്റ് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം അത് 850 ആക്കി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ നിലവിൽ ഉള്ള ഏതെങ്കിലും തരത്തിൽ പുരുഷന്മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ പുരുഷന്മാരാണ് ഇപ്പോൾ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നത്, അവരുടെ അവസരം നഷ്ടപ്പെടാതെ കൂടുതൽ സ്ത്രീകൾക്ക് അവസരം ലഭ്യമാക്കുക, അങ്ങനെ ഒരു നീക്കമാണ് NDAയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വെക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് നിലവിൽ എത്ര അംഗങ്ങളുണ്ടോ അവിടെ സംവരണം നടപ്പാക്കുകയാണെങ്കിൽ അതിൽ 1/3 പേർക്ക് സ്ത്രീ സംവരണം നടപ്പാക്കാം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, അത് എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കാം, അതിൽ എതിർപ്പില്ല എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയല്ല, അത് 50% സീറ്റ് കൂടി വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ചതിന് ശേഷം ആ വർദ്ധിപ്പിച്ച സീറ്റുകളിൽ 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുക. ഇത് നേരത്തെ ബില്ല് 2023 അവതരിപ്പിക്കുന്ന സമയത്തുണ്ടായിരുന്നത് ഏറ്റവും അവസാനത്തെ കനേഷുമാരി അനുസരിച്ച്, ഏറ്റവും അവസാനത്തെ സെൻസസ് അനുസരിച്ച് ആ കണക്കനുസരിച്ച് സീറ്റുകൾ പുനർനിർണ്ണയിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത 2029 തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അങ്ങനെ ഒരു കനേഷുമാരിയുടെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡല പുനർനിർണ്ണയം സാധ്യമാകില്ല. അതുകൊണ്ട് കഴിഞ്ഞ കനേഷുമാരിയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം എന്നൊരു ആശയമാണ് ആദ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒറീസ പോലെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്കെല്ലാം അവരുടെ പ്രാതിനിധ്യം കുറയും, അവരുടെ ലോക്സഭാ പ്രാതിനിധ്യം കുറയുകയും ആ നിർദ്ദേശം ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാതെ 3-4 കുട്ടികൾ വീതമൊക്കെ ഉണ്ടായിരുന്ന അത്തരം സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായും BJPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാണ് അങ്ങനെ കൂടുതൽ ജനസംഖ്യയുള്ളത്. ആ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായും എണ്ണം കൂടും. അങ്ങനെ ഒരു നിർദ്ദേശം വന്ന് ഒരു കാരണവശാലും അംഗീകരിക്കൽ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ അനൗദ്യോഗികമായി കേന്ദ്ര സർക്കാർ പറയുന്ന മറ്റൊരു നിർദ്ദേശമാണ്. നിലവിൽ എത്ര ഓരോ സംസ്ഥാനത്തിനും എത്ര MPമാരുണ്ടോ, എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ടോ അതിൻ്റെ 50% വീതം വർദ്ധിപ്പിക്കുക. അതിൻ്റെ 50% വർദ്ധിപ്പിച്ച് അതിൽ 1/3 സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുക എന്നൊരു നിർദ്ദേശം കൂടി വെക്കുന്നു. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. പക്ഷേ ആ നിർദ്ദേശമടക്കം മണ്ഡല ആ ഒരു നിർദ്ദേശം ഔദ്യോഗികമായിട്ട് പാർലമെന്റിൽ അമിത്ഷാ മുന്നോട്ട് വെക്കും എന്നായിരുന്നുവല്ലോ കരുതിയിരുന്നത്. പക്ഷേ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള അറിയുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 2011 സെൻസസ് അനുസരിച്ചാണെങ്കിൽ 23 സീറ്റുകളാണ് കേരളത്തിൽ 20-ൽ നിന്ന് ഉയരേണ്ടത്. പക്ഷേ ഈ 50% ഫോർമുല വരുമ്പോൾ 30 എന്നാകും. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മൊത്തത്തിൽ 50% ഓരോ സംസ്ഥാനത്തും പ്രാതിനിധ്യം കിട്ടുകയാണെങ്കിൽ. പക്ഷേ ഇതിലൊരു ഔദ്യോഗികമായിട്ട് കണക്കവതരണം ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു ഔദ്യോഗികമായി എവിടെ കിരൺ റിജിജു പുറത്തു പറഞ്ഞതല്ലാതെ പാർലമെന്റിൽ ഇന്ന് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ അങ്ങനെ ഒരു വാചകം എവിടെയും അതിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രധാനമന്ത്രി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത് പറയും എന്നാണ് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ ഒരു കാരണവശാലും മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളത്, മണ്ഡല പുനർനിർണ്ണയം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ഒരു സിറ്റിംഗ് ജഡ്ജിയായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. എപ്പോഴും ഏത് കാലത്ത് അത് നടന്നാലും ആ സർക്കാരിന് ആരാണോ സർക്കാർ ഭരിക്കുന്നത് ആ ഭരണത്തിന് കൂടുതൽ സ്വാധീനമുള്ള തരത്തിലേക്കായിരിക്കും മണ്ഡലങ്ങളെ പുനർനിശ്ചയിക്കുന്നത്. അങ്ങനെ കേരളത്തിലൊക്കെ മുമ്പ് നടന്നപ്പോഴുമൊക്കെ സമാനമായ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മണ്ഡല പുനർനിർണ്ണയം ഈ വനിതാ സംവരണ ബില്ലിന് ആവശ്യമില്ല. വനിതാ സംവരണ ബില്ലിനെയും മണ്ഡല പുനർനിർണ്ണയത്തെ കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ കക്ഷികളും നിൽക്കുന്നത്. ഇന്ന് സംസാരിച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായാലും അതോടൊപ്പം തന്നെ DMKയിൽ നിന്ന് സംസാരിച്ച ബാലു ആയാലും എല്ലാ നേതാക്കളും, CPM-ൽ നിന്ന് K രാധാകൃഷ്ണൻ സംസാരിച്ചു, NK പ്രേമേന്ദ്രൻ സംസാരിച്ചു, അസുദ്ദീൻ ഒവൈസി സംസാരിച്ചു. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ പാർട്ടികളിലെ നേതാക്കളെല്ലാം തന്നെ അവർ ഐകകണ്ഠ്യേന തന്നെ ഇത്തരമൊരു നീക്കത്തെ പൂർണ്ണമായും എതിർക്കുകയാണ്. അവർ പറയുന്നത് വനിതാ സംവരണം നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാൻ തയ്യാറാണ്. ആ വനിതാ സംവരണം നിലവിൽ ഉള്ള 543 സീറ്റുകളിൽ 1/3 സീറ്റുകൾ വനിതകൾക്ക് നൽകുക, വനിതകൾക്ക് നൽകിക്കൊണ്ട് വനിതാ സംവരണം നടപ്പാക്കുക എന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല. നിലവിൽ 543 850 ആക്കി വർദ്ധിപ്പിക്കണം. അതിന് 2 ഫോർമുലയാണ് അവരുടെ മുന്നിലുള്ളത്. ഔദ്യോഗിക ഫോർമുല ഇപ്പോഴും ഏറ്റവും അവസാനത്തെ സെൻസസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് രണ്ടാമത് തിരുത്തൽ വന്നത്
അവസാനത്തെ സെൻസസിന് പകരം കഴിഞ്ഞ സെൻസസ് 2011 സെൻസസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാക്കിയിരിക്കുന്നു. മറ്റൊരു അനൗദ്യോഗിക ഫോർമുല എന്ന് പറയുന്നത് നിലവിലുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര സീറ്റുകളുണ്ടോ ആ സീറ്റുകളുടെ 50% വീതം വർദ്ധിപ്പിക്കുക എന്നൊരു ഫോർമുലയാണ്. അതിലും വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഒന്നല്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണെന്നും 2029 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള ഒന്നാണെന്നും അത് അംഗീകരിക്കില്ല. അങ്ങനെ ഒരു ഉറച്ച നിലപാടാണ് 2023 തന്നെ വനിതാ സംവരണ ബിൽ പാസ്സായതാണ്. അതിലാണ് ഇപ്പോൾ ഭേദഗതി വരുത്തുന്നത്. ഇപ്പോൾ ഇത് വോട്ടിനിട്ട് പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ 2/3 ഭൂരിപക്ഷം കിട്ടുവാൻ ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ അംഗബലം വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് അവതരിപ്പിച്ചാൽ മതി, അങ്ങനെ പ്രതിപക്ഷത്തെ കുടുക്കിലാക്കുവാനുള്ള ഒരു നീക്കം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തീർന്നിട്ടില്ല. ബംഗാൾ അതിനിർണായകമാണ്. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ വനിതാ സംവരണം നടപ്പാക്കുവാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. ആ ഒരു പ്രചാരണം ശക്തമാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന് പിന്നിൽ ഉണ്ടാവുമല്ലോ. പാസ്സാകുവാനുള്ള സാഹചര്യം ഇപ്പോൾ കാണുന്നതേ ഇല്ലല്ലോ. മഞ്ജുഷ, നമുക്ക് പൂർണ്ണമായും അക്കാര്യം പാസ്സാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ അസാധ്യമായ പല ഇത്തരം കാര്യങ്ങളുമൊക്കെ പലതരത്തിൽ MPമാരെയും പാർട്ടികളെയും ഒക്കെ സമ്മർദ്ദപ്പെടുത്തി കേന്ദ്ര സർക്കാരാണ് നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പല സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അവരുടെ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കുമുണ്ട്. അങ്ങനെ പല ഈ ബാക്ക് ഡോർ ഓപ്പറേഷൻ മുതൽ ഫ്രണ്ട് ഡോർ ഓപ്പറേഷൻ വരെ പലതും ഫലപ്രദമായി നടപ്പാക്കാൻ അറിയാവുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാകില്ല. നിലവിലെ കണക്കനുസരിച്ച് മഞ്ജുഷ് പറഞ്ഞത് കറക്റ്റാണ്. നിലവിലെ കണക്കനുസരിച്ച് ഒരു കാരണവശാലും നടപ്പാകില്ല. ഇന്നിപ്പോൾ ആകെ 333 പേരാണ് സഭയിലുണ്ടായിരുന്നത്. അതിൽ 207 പേരാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത്, 126 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ഇന്ന് ആണെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടായി. അങ്ങനെ ഒരു ഭൂരിപക്ഷം ഇന്നത്തെ കണക്കിൽ പോലും ഇല്ല. യഥാർത്ഥത്തിൽ 3/2 ഭൂരിപക്ഷം അവർക്ക് ഇന്നും ലഭിക്കുന്നില്ല. 3/2 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 223 അംഗങ്ങളുടെ വോട്ട് ലഭിക്കണമായിരുന്നു. അത് ഭരണപക്ഷത്തിന് ലഭിച്ചിട്ടില്ല. എന്തായാലും നാളെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ അംഗങ്ങളെയും ഹാജരാക്കുവാനുള്ള ശ്രമം നടക്കും. അങ്ങനെ വരികയാണെങ്കിലും നിലവിലെ അംഗബലം അനുസരിച്ച് ലോക്സഭയിലെ അംഗബലം അനുസരിച്ച് 293 നിന്ന് 360 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമായി വരുമല്ലോ കേന്ദ്ര സർക്കാരിന് ഈ ബിൽ പാസ്സാക്കിയെടുക്കാൻ. അതിനുള്ള എന്തെങ്കിലും കണക്കിലെ മാജിക് ഉണ്ടോ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ? ഇപ്പോൾ ഏതെങ്കിലും പാർട്ടികളെ അനുനയിപ്പിച്ചാൽ പോലും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മഞ്ജുഷ, ഇതിനെ 2 തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, അങ്ങനെ നിലവിലെ കണക്കനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സർക്കാരിന് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന് അത് വോട്ടെടുപ്പിനിട്ട് പാസ്സാക്കാൻ കഴിയില്ല. അത് ഒരു ഘടകം. രണ്ടാമത്തെ ഒരു ആംഗിൾ നോക്കേണ്ടത് ഈ ആകെ ഹാജരാകുന്ന അംഗങ്ങളുടെ 2/3 എന്നുള്ളതാണ് കണക്ക്. പല പാർട്ടികൾക്കും നേരിട്ട് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരാൻ പ്രയാസമുള്ള പാർട്ടികൾ കാണും, പല ചെറിയ പാർട്ടികളൊക്കെ. പക്ഷേ അങ്ങനെ ചെറുകിട പാർട്ടികൾ 1-2 മാറിയിടുന്നത് കൊണ്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ അങ്ങനെ ഒരു 2/3 സാധ്യത, അത് വളരെ കുറഞ്ഞ സാധ്യതയാണ് കാണുന്നത്. പക്ഷേ BJP സർക്കാർ ആയതുകൊണ്ട് അത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള പല ബില്ലുകളുടെ അവതരണ രംഗത്തൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 23-ാം തീയതി അടുത്ത വ്യാഴാഴ്ചയാണ് തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ്. ബംഗാളിലെ പകുതി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് 23-ാം തീയതി നടക്കുകയാണ്. ഈ 2 സംസ്ഥാനങ്ങളും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഈ ബില്ലിനെ എതിർക്കേണ്ട MPമാർ എത്തേണ്ടത് ഒന്ന് DMK ആണ്, 2 തൃണമൂൽ കോൺഗ്രസ് ആണ്. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെയും DMKയുടെയും MPമാരെല്ലാം കടുത്ത തെരഞ്ഞെടുപ്പ് തിരക്കിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് വേണം ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവർക്ക് സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിന്ന് 1-2 ദിവസം മാറി നിന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയൂ. അവരെ അവിടെ നിന്ന് പൂർണ്ണമായും എത്തിക്കാനൊക്കെ കഴിയണം. ഇതൊക്കെ പ്രധാനമാണ്. എങ്ങനെ ഇത് വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും BJPയെ സംബന്ധിച്ചുള്ള ഗുണമൊന്ന് വനിതാ സംവരണത്തെ അട്ടിമറിച്ചു എന്ന തരത്തിലേക്കായിരിക്കും BJP ഇതിന് വ്യാഖ്യാനം നൽകുന്നത്. അല്ലാതെ ഈ മണ്ഡല പുനർനിർണ്ണയത്തെ അട്ടിമറിച്ചു എന്ന തരത്തിലേക്കായില്ല. രണ്ടാമത്തെ ഒരു ഗുണം, പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഈ സംസ്ഥാനത്തെ പ്രചരണം നയിക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വരുത്താനും പ്രചരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്താനും ഒക്കെ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയിലെ വനിതകൾക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നത് BJP ആണ്, കേന്ദ്ര സർക്കാരാണ്. അതിനെ അട്ടിമറിക്കുന്നവരാണ് തമിഴ്നാട് ഭരിക്കുന്ന DMK ആയാലും അല്ലെങ്കിൽ ബംഗാൾ ഭരിക്കുന്ന TMC ആയാലും നിൽക്കുന്നത്. എങ്ങനെ ഒരു നിലപാട് ഇവർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു അവസാനത്തെ ദിവസങ്ങൾ വലിയ പ്രചരണായുധമാക്കി തന്നെ എടുക്കാൻ കഴിയും? ഇങ്ങനെ പലതരത്തിലുള്ള ഗുണം ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും BJPയെ സംബന്ധിച്ച് ഇത് നേട്ടമായി തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു മെഷീനറി, അല്ലെങ്കിൽ അവരത് അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ മറിച്ച് തമിഴ്നാട്ടിലൊക്കെയും ബംഗാളിലുമൊക്കെ മമതാ ബാനർജി സ്റ്റാലിനും അതേ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണോ ഇവർ അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുന്നത് അതിനെ ശക്തമായ കേന്ദ്ര വിരുദ്ധ ആയുധമാക്കി തന്നെ ഉപയോഗിക്കുന്നു. ഇന്ന് തമിഴ്നാട്ടിലാണെങ്കിൽ കരിങ്കൊടികൾ ഉയർത്തിക്കൊണ്ട്
ഇത് ഡൽഹിയും തമിഴ്നാടും തമ്മിലുള്ള പോരാട്ടമാണ്, അതാണ് നടക്കാൻ പോകുന്നത് എന്ന മട്ടിലേക്ക് തമിഴ്നാടിനെ മാറ്റുന്നു. പണ്ട് കരുണാനിധിയൊക്കെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച ഒരു തന്ത്രം തന്നെയാണ് തമിഴ്നാടിനെതിരെ ഡൽഹിയുടെ നീക്കം, ഹിന്ദിയുടെ നീക്കത്തിനെതിരെയുള്ള നീക്കം. അങ്ങനെ ആക്കി മാറ്റിക്കൊണ്ടിരുന്ന സ്റ്റാലിനും അതേ BJP എന്ത് പൊളിറ്റിക്സ് കളിക്കുന്നോ അതിൻ്റെ 10 മടങ്ങ് തീവ്രമായി തന്നെയാണ് സ്റ്റാലിനും ഉപയോഗിക്കുന്നത്. മമതയും അങ്ങനെ തന്നെയാണ്. മമത നേരിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. മമത നേരിട്ട് നിന്ന് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം ഒരു എതിർപ്പ് ഉയർത്തി. ഇത് ബംഗാളികളുടെ അഭിമാനത്തിന് വിഷയമാണ്, അതുകൊണ്ട് ബംഗാളിൽ നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് മമതയും പറയുന്നു. അപ്പോൾ ഇതിൽ ആരുടെ തന്ത്രമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നതൊക്കെ വരും ദിവസങ്ങളെ അറിയാൻ കഴിയും. പക്ഷേ ഈ ബില്ല് പാസ്സാക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ വനിതാ സമരം നടപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് നടപ്പാക്കാൻ. ശരി കിരൺ ബാബു, എന്തായാലും ചരിത്രപരമായ നീക്കം എന്ന് തന്നെയാണ് ഇപ്പോൾ NDA ക്യാമ്പുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ബിൽ എന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബിൽ നടപ്പാക്കുവാൻ, അതായത് വനിതാ സംവരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ വനിതാ സംവരണ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് മണ്ഡല പുനർനിർണയത്തിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കാനും അധികാരം ഉറപ്പിക്കുവാനുമുള്ള നീക്കം കേന്ദ്ര സർക്കാർ വളഞ്ഞ വഴിയിലൂടെ നടത്തുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അടുത്ത 12 മണിക്കൂർ ലോക്സഭ കാണാൻ പോകുന്നത് ചൂടേറിയ വാക്കുതർക്കങ്ങളായിരിക്കും, ചൂടേറിയ വാഗ്വാദങ്ങളായിരിക്കും. 12 മണിക്കൂർ ആണ് ഔദ്യോഗികമായിട്ട് ചർച്ചയ്ക്കായി നൽകിയിട്ടുള്ളത്. എങ്കിലും 18 മണിക്കൂർ വരെ ചർച്ച നീളാം എന്നും സ്പീക്കർ അറിയിച്ചു കഴിഞ്ഞു. നാളെ വൈകിട്ട് ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്കാണ് ബില്ലിന്മേൽ ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ചേരി തിരിഞ്ഞ് സൈബറിടങ്ങളിൽ നടക്കുന്ന വാക്പോര് തള്ളിക്കളയുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടിക്ക് ഒരു രീതിയുണ്ടെന്നും സുധാകരനടക്കം എല്ലാ നേതാക്കളും അതുവരെ കാത്തിരിക്കണമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ തൽപരനല്ലെന്ന് KC വേണുഗോപാലും പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക്. KCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് വലിയ ചർച്ചകൾ നടക്കുകയാണ്. പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ഡയറക്ഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിൽ അതിനൊരു നടപടിക്രമമുണ്ട്. റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്ന് ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ചേർന്ന് അവർ ഓരോരുത്തരുടെയും അഭിപ്രായം ആരാഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡ് ഫൈനലായിട്ടുള്ള പേര് പ്രഖ്യാപിക്കും. അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കും. അതുവരെ ആരും ഇക്കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പറയുമ്പോഴും മുതിർന്ന നേതാക്കൾ തന്നെ ചിലര് അത് ഫേക്കായിട്ടുള്ള ചില മാധ്യമ സൃഷ്ടിയുണ്ട്. എല്ലാ നേതാക്കന്മാരും മുതിർന്നവരും എല്ലാവരും ഈ കാര്യത്തിൽ കാത്തിരിക്കണം. സുധാകരന്റെ ഫേക്ക് ഐഡിയ ആണെന്ന് പറയാൻ പറ്റില്ല. അല്ല, സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. അത്തരം ചർച്ചകളിലൊന്നും ഞാൻ തൽപരനല്ല. ഞാൻ മുൻപേ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല ഇത്തിരി കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങളിൽ ആരും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഞാനടക്കം ആരും ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും. അതെല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വാചകം ഏറ്റെടുക്കുന്നൊരു കോൺഗ്രസ്സുകാരനാണ്.
ഞങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കളിക്കണം, ഇതിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം UDF. 4-ാം തീയതി വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലിയർ പിക്ചർ വരും. UDF ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. അത് വാട്സപ്പ് നോക്കിയോ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ടോ അല്ല തീരുമാനിക്കുക. MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് വിളിക്കും, ഓരോ MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും, അതനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കില്ല. അമിതമായ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും കോൺഗ്രസ്. എന്തായാലും ജയിക്കുമെന്നുള്ള ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കളും ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞു. പ്രതീക്ഷ കാര്യം തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ മുഖ്യമന്ത്രി എന്നതിൽ തർക്കം തുടരുകയാണ്. അതേസമയം ചില നേതാക്കൾ പറയുന്നു ഇങ്ങനെ തർക്കത്തിന്റെ ആവശ്യമില്ല, ഇപ്പോൾ ചർച്ച വേണ്ട എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിനുള്ളിൽ ചർച്ചകൾ വേണം എന്നുള്ളത് തന്നെയാണ്. അവരവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, പ്രതീക്ഷ കാര്യമാണ് എങ്കിൽ കൂടിയും ഇതപ്പോൾ കുറച്ച് കടുപ്പത്തിൽ ആയിപ്പോയല്ലോ. കെ സുധാകരൻ എന്ത് പ്രേരണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണം KCക്ക് അനുകൂലമായി നടത്തിയത്? എന്താണ് പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്? KC വേണുഗോപാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് K സുധാകരൻ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് വേണുഗോപാലിനെ അനുകൂലിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ വ്യാഖ്യാനം കൂടിയുണ്ട്. അത് VD സതീശനോടുള്ള K സുധാകരൻ്റെ എതിർപ്പ് കൂടിയാണ്, വിയോജിപ്പ് കൂടിയാണ്. അത് പരോക്ഷമായി പറഞ്ഞു വെക്കുന്ന തരത്തിലാണ് K സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കാരണം സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് പിന്നാലെ KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിലെ എണ്ണം പറഞ്ഞ യുവ നേതാക്കൾ, അത് റോജി M. ജോണും മാത്യു കുഴൽനാടനും അതോടൊപ്പം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് ചേവറും തുടങ്ങി രമ്യ ഹരിദാസ് തുടങ്ങി പ്രധാനപ്പെട്ട യുവ നേതാക്കളെല്ലാം KC വേണുഗോപാലിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഏറെക്കുറെ സമാനമായ തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളുമായി ഇന്നലെ രാത്രി രംഗത്ത് വരുന്ന അസാധാരണമായൊരു കാഴ്ചയാണ് ഉണ്ടായത്. അതായത് KC വേണുഗോപാലിനെ ഇകഴ്ത്തി കാണിക്കാൻ ബോധപൂർവമായ ഒരു നീക്കം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തുന്നു എന്നാണ് KC പക്ഷത്തിൻ്റെ ആക്ഷേപം. അതിനെ സംഘടിതമായി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് K സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ KCയെ അനുകൂലിച്ചുകൊണ്ട് മറ്റ് യുവ നേതാക്കളടക്കം പരസ്യ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും KPCC നേതൃത്വം പൂർണ്ണമായി ഈ വാക്പോരിനെ തള്ളിക്കളയുകയാണ്. സൈബർ ഇടങ്ങളിൽ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പല നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ചേരിതിരിഞ്ഞുള്ള വാക്പോര് നടക്കുന്നതെന്നാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ചിട്ടയായ ഒരു സംവിധാനമുണ്ട്. അത് MLA-മാരുടെ നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന, പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്ന, തുടർന്ന് ഹൈക്കമാൻഡിനെ അത് അറിയിക്കുന്ന, ഹൈക്കമാൻഡിൽ നിന്ന് അന്തിമമായ ഒരു ചിത്രം തെളിയുന്ന സാധാരണ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണയും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ അല്ല UDF-ന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് തുറന്നു പറച്ചിലാണ് KPCC അധ്യക്ഷൻ അടക്കം. സതീശനെ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി ആക്കരുത് എന്നുള്ള ഒരു നിലപാടിന് പുറത്തുള്ള പ്രതികരണമായി തന്നെ കാണാമല്ലോ. ഇപ്പോൾ സുധാകരൻ ഇപ്പോൾ ഈ അവസരത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തുകയും അതുവഴി മറ്റു നേതാക്കൾ, യുവ നേതാക്കൾ പിന്തുണയുമായി വരുന്നതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ എല്ലാം ടാർഗറ്റ് VD സതീശനാണ് എന്നുള്ള കാര്യം പ്രകടമാവുകയാണല്ലോ. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ അപസ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു കോൺഗ്രസിനകത്ത്. പക്ഷേ അത് പരസ്യമായ വിഴുപ്പിടക്കലുകളായി, പരസ്യമായ വാക്പോരുകളായി വരാതിരുന്നത് കേരളത്തിലെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ വീണ്ടും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിൻ്റെ അടിവേരിളകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ മൗനം തുടർന്നത്. ആ മൗനം കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ മൗനം ഭജിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായി രംഗത്തെത്തുന്നതാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. അതിൽ കൃത്യമായ ഒരു ലക്ഷ്യമായിരുന്നു. അതായത് നമുക്കറിയാം, കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് സീറ്റ് നിഷേധിക്കപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യം മുതൽ
പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ വി.ഡി. സതീശനോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ കൊച്ചിയിലുണ്ടായിരുന്നു. അവർ കൃത്യമായി സതീശനെതിരെ ഒളിയമ്പുകൾ അന്ന് തന്നെ എഴുതി തുടങ്ങിയതാണ്. പക്ഷേ അവിടെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർണായകമായ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, നിലമ്പൂരിൽ PV അൻവറിനെ UDFിൻ്റെ ഭാഗമാക്കേണ്ടതില്ല ഇപ്പോൾ എന്ന ഏറ്റവും പ്രസക്തിയാർജിച്ച രാഷ്ട്രീയ തീരുമാനം, അത് വലിയ വെല്ലുവിളി നിറഞ്ഞ തീരുമാനമായിരുന്നു. അങ്ങനെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയം, 3 പതിറ്റാണ്ടിനിടയിലെ വലിയ വിജയമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് V.D. സതീശൻ ക്യാമ്പ് സതീശൻ തന്നെ ആ സ്ഥാനത്തേക്ക് വരണമെന്ന് അവകാശപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് അതിനൊരു കൂട്ടായ നേതൃത്വം വേണം. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് സിംഗിൾ ഡാൻസ് അല്ല, ഗ്രൂപ്പ് ഡാൻസ് ആണ് കളിക്കേണ്ടതെന്നാണ്. അത് കൃത്യമായൊരു സന്ദേശമായിരുന്നു എന്നാണ് അതിനെ ചെറുക്കുന്ന മറുവിഭാഗം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഈ പറയുന്ന പോലെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പോലെ ഒരു വാക്പോരൊന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. പക്ഷേ ഇതൊരു സൂചന നൽകുന്നുണ്ട്. ആ സൂചനയാണ് പറഞ്ഞത് KC വേണുഗോപാൽ. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നതിന്റെ സൂചന കൂടിയാണ്. പക്ഷേ ഈ കെ സുധാകരന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ തന്റെ ചോയ്സ് രമേശ് ചെന്നിത്തല എന്ന രീതിയിലായിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിലപാട് മാറ്റി KCയിലേക്ക് തിരികുകയും ചെയ്യുന്നു. അവിടെയാണ് ഏറ്റവും ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് രമേശ് ചെന്നിത്തലയെ ഇപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടില്ല സുധാകരൻ ചെയ്തത് രമേശ് ചെന്നിത്തലയെ ആ സ്ഥാനത്തേക്ക് യോഗ്യൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞതിന് പിന്നാലെ സമാനമായി KC വേണുഗോപാലിനെയും ഉയർത്തിക്കാണിക്കുന്ന അല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ട് രാഷ്ട്രീയമായി വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യം KC വേണുഗോപാലിനുണ്ട്. കേരളത്തിൽ നെടുനായകത്വം വഹിക്കാൻ KC വേണുഗോപാലിന് കഴിയുമെന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലൂടെ ബോധപൂർവമായ ഒരു പരാമർശം തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് V.D. സതീശനെ ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമാക്കിയതിന് കാരണം അതാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ പേരോ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആ പോസ്റ്റിലില്ല. അതുകൊണ്ട് തന്നെ V.D. സതീശനെതിരെ ഒരു ആയുധമായി K. സുധാകരനെ ഉപയോഗിച്ചുകൊണ്ട് മറുവിഭാഗം ഒരു ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. അതിൽ അന്തിമ വിജയം ആർക്കാകുമെന്നറിയാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 4 വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മാത്രം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നേതാവിൻ്റെ മഹത്വം പദവികളിലല്ല, താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിലൂടെ പാരമ്പര്യത്തിലൂടെ ആർജിച്ച നേട്ടങ്ങളാണ് എന്ന രീതിയിലുള്ള K. സുധാകരന്റെ പരാമർശം KC വേണുഗോപാലിനുള്ള പിന്തുണയാണ്. അതേസമയം V.D. സതീശനെതിരെയുള്ള ഒളിയമ്പാണ് K. സുധാകരന്റെ വാക്കുകളിൽ വരുന്നത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി CR മഹേഷ് MLA-യും ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പണ്ട് അമ്മുമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവാതെ ഇരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം എന്നാണ് CR മഹേഷിന്റെ വിമർശനം. പ്രതിപക്ഷ നേതാവ് വനത്തിൽ ഉലാത്തുന്ന വീഡിയോ പുറത്തു വന്നു. പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ തന്നെയാണ് വനത്തിലാണ് പക്ഷേ വനവാസത്തിലല്ല എന്ന ക്യാപ്ഷനോടെ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്ക് ശേഷം കുട്ടിക്കാനത്താണ് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. കുട്ടിക്കാനത്തെ മലനിരകളിൽ ട്രെക്കിംഗ് നടത്തുന്നതിന്റെയും റിസോർട്ടിൽ വിശ്രമിക്കുന്നതിന്റെയും വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഓപ്പോസിഷൻ ലീഡർ V.D. എന്ന പേജിലാണ് വീഡിയോ ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം നേടിക്കൊടുക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന V.D. സതീശന്റെ വാക്കുമായി ബന്ധപ്പെട്ടാണ് കമന്റുകളിൽ ഏറെയും വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്ക് ശേഷം കാട് കയറാൻ പോകുമെന്നും ഇടയ്ക്കിടെ ട്രെക്കിങ്ങിന് പോകാറുണ്ടെന്നും സതീശൻ പറഞ്ഞിരുന്നു. അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പമാണ് സതീശൻ കുട്ടിക്കാനത്തെത്തിയത്. അടുത്ത വ്യാഴാഴ്ച 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കടന്നാക്രമിച്ചാണ് BJPയുടെ പ്രചാരണം. ബംഗാളിന് കിട്ടേണ്ട കേന്ദ്ര ആനുകൂല്യങ്ങൾ മമതാ ബാനർജി സർക്കാർ ബോധപൂർവം നഷ്ടപ്പെടുത്തുന്നു എന്ന ആരോപണമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. ബംഗാളിൽ അധികാരത്തിൽ വന്നാൽ ഡാർജിലിംഗിലെ ഗൂർഖ പ്രശ്നം പരിഹരിക്കുമെന്നും അക്രമാസക്തമായ പ്രക്ഷോഭങ്ങളുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാഗ്ദാനം ചെയ്തു. തൃണമൂൽ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് പരിശോധിക്കുന്ന കേന്ദ്രസേന തന്റെ കാറും പരിശോധിക്കാൻ ശ്രമിച്ചതായി മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനായി 2407 കേന്ദ്രസേനാ കമ്പനികളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ബീഹാർ ചരിത്രത്തിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സാമ്രാജ് ചൗധരി
സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും മന്ത്രിസഭാ വികസനം ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവൂ. മുഖ്യമന്ത്രിക്ക് പുറമെ ഉപമുഖ്യമന്ത്രിമാരായി JDU-വിൽ നിന്ന് വിജേന്ദ്ര പ്രസാദ് യാദവും വിജയ് കുമാർ ചൌധരിയുമാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. ആഭ്യന്തരം, പൊതുഭരണം, റവന്യൂ, ആരോഗ്യം, കൃഷി തുടങ്ങി 29 വകുപ്പുകളുടെ ചുമതല മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി ഏറ്റെടുത്തു. ജലവിഭവം, വിദ്യാഭ്യാസം, ഗ്രാമവികസനമടക്കം 10 വകുപ്പുകൾ വിജയ് കുമാർ ചൌധരിക്ക് നൽകി. ധനകാര്യം, ഊർജ്ജമടക്കം 8 വകുപ്പുകൾ വിജേന്ദ്ര പ്രസാദ് യാദവിനാണ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. റാമിനെ പുറത്താക്കുന്നതുവരെ ഡെന്റൽ കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. 1ാം വർഷ BDS വിദ്യാർത്ഥികളും ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ചു. കോളേജിനെതിരെ പൂർവ്വ വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ രക്ഷിതാക്കൾ റാമിനെതിരെ പരാതിയും നൽകി. ഇവിടെ മീറ്റിംഗ് നടന്നിരുന്നു, ഒരു ഇന്റേണൽ എക്സാം കഴിഞ്ഞിട്ട്. അത് 5 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കുറഞ്ഞവരൊക്കെ ഇയാൾ വളരെ മോശമായി, അതായത് എല്ലാ ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പിന്നെ വേസ്റ്റ്, നമ്മൾ പറയാൻ പാടില്ല, സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് മോളെ, അല്ലെങ്കിൽ ഡോങ്കി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച കാര്യം. നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് ക്യാമ്പസിലെത്തിയ രക്ഷിതാക്കളും പ്രതികരിച്ചത്. എന്തായാലും ഡോക്ടർ റാമിനെതിരെ വലിയ തോതിലുള്ള ഗുരുതര ആരോപണമാണ് ഇവർ ഇന്ന് ഉന്നയിച്ചത്. പ്രധാനമായും ഈ പെൺകുട്ടികളെയൊക്കെ സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി വേസ്റ്റ് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. അതോടൊപ്പം വലിയ തോതിൽ ഈ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരൊക്കെ ഈ കണ്ടിരിക്കെയാണ് ഇത്തരത്തിൽ ചീത്തവിളികൾ ഉണ്ടായത്. അത്തരം കാര്യങ്ങൾ വലിയ തോതിലുള്ള പ്രതികരണമാണ് ഇന്നുണ്ടായത്. വലിയ പ്രതിഷേധമാണ് ക്യാമ്പസിലുണ്ടായത്. ഇന്ന് 1ാം വർഷം, അതായത് നിതിൻ രാജിന്റെ സഹപാഠികളും കോളേജിലെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരാണ് വലിയ തോതിലുള്ള ആരോപണമായി ഇന്ന് രംഗത്തെത്തിയത്. എന്തായാലും കോട്ട് ഊരിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ക്യാമ്പസിൽ നടന്നത്. ആദ്യം കോട്ടിൽ കണ്ണീരണിഞ്ഞു, പിന്നീട് അതിൽ ചോര പൊടിഞ്ഞു എന്നാണ് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. അത്രത്തോളം വലിയ സങ്കടത്തിലായിരുന്നു വിദ്യാർത്ഥികൾ, വലിയ പ്രതിഷേധത്തിലായിരുന്നു. റാമിനെതിരെ, ഈ അധ്യാപകനായ റാമിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. ഈ കോട്ട് തന്നത് അച്ഛന്റെ അമ്മയുടെ വേർപ്പാണ്. ഇതിൽ ഇന്നലെ വരെ കണ്ണീര് പൊടിഞ്ഞു, ഇന്ന് ഇതിൽ ചോര പൊടിഞ്ഞു. ഞങ്ങൾ ഈ വെള്ള കുപ്പായത്തെ അപമാനിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഊരിയാണ് ഇന്ന് പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധവും അഞ്ചരക്കണ്ടിയിലുണ്ടായി. റാമിന്റെ ക്ലിനിക്കിലേക്കായിരുന്നു ഡിവൈഎഫ്ഐയുടെ മാർച്ചെങ്കിൽ കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. എന്തായാലും പ്രതിഷേധം കെട്ടടങ്ങുന്നില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. പോലീസ് അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുന്നു. 6 ദിവസമായിട്ടും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത നടപടിയിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ഇതോടൊപ്പം മാനേജ്മെന്റിനെതിരെയും വലിയ പരാതിയുണ്ട്. മാനേജ്മെന്റ് ഈ ഒരു അധ്യാപകന് കൂട്ടുനിൽക്കുന്നു എന്ന ഒരു പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്നാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അതുതന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിലും വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന വർഷ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുഴുവൻ വിദ്യാർത്ഥികളും എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നിതിൻ്റെ സഹപാഠികൾ ഉൾപ്പെടെ ഇന്ന് കോളേജിലെത്തി. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടായി. അതോടൊപ്പം രക്ഷിതാക്കളുടെ ഭാഗത്തും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഇനി ക്ലാസ്സുകളിലേക്ക് കയറില്ല എന്ന തീരുമാനത്തിലാണ് ഇവർ ഉള്ളത്. കോട്ട് ഊരിവെച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്ന ദിവസങ്ങളിലും കടക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളതും. ഏതായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കുടുംബവും ഇത് തന്നെയാണ് ആവശ്യമുന്നയിക്കുന്നത്. ഈ ആരോപണ വിധേയരായ അധ്യാപകരെ രക്ഷിക്കാനുള്ള നീക്കം അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള നീക്കമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉള്ളതെന്ന ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധം തന്നെയായിരിക്കും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുക. KV ബൈജു, ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് കടുത്ത ചൂടാണ്. വിവിധ ഭാഗങ്ങളിൽ അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ അളവ് ഉയരുന്നുവെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണിത്. ഈ മേഖലകളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, കോന്നി, ആലപ്പുഴ, ചെങ്ങന്നൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, ഇടുക്കി, മൂന്നാർ, പാലക്കാട്, തൃത്താല എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൂചിക 6 ആണ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
പുനലൂരിൽ കടുത്ത ചൂട് 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് പുനലൂരിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 11 മണി കഴിഞ്ഞാൽ നിരത്ത് ശൂന്യമാണ്. വഴിവാണിഭക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടക്കം വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ. കുടിവെള്ള ക്ഷാമവും രൂക്ഷമാണ് പുനലൂർ. പുനലൂർ തൂക്കുപാലത്തിന് മുൻവശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പുനലൂർ കണ്ടതിൽ ഏറ്റവും വലിയ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിഭീകരമായ ചൂടാണ് പുനലൂരിൽ. 2 ദിവസങ്ങൾക്ക് മുമ്പ് 30 ഡിഗ്രിയിൽ പുറത്ത് 39 ഡിഗ്രിയിൽ പുറത്ത് ചൂട് വന്നിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഇന്നത്തെ നിലവിലത്തെ ആ സാഹചര്യം അനുസരിച്ച് ഏകദേശം ഇന്ന് 40 ഡിഗ്രി ചൂടെങ്കിലും ആയി കാണും എന്ന് വേണം വിചാരിക്കുവാൻ. വലിയ ചൂട് മൂലമുള്ള വലിയ വിഷയങ്ങളാണ്. പട്ടണം ശൂന്യമാണ്. വ്യാപാരികൾ, വഴിവാണിഭക്കാർ എല്ലാം പട്ടിണിയിലാണ്. കച്ചവടം നടക്കുന്നില്ല. 11 മണി കഴിഞ്ഞാൽ പുനലൂർ പട്ടണത്തിൽ ആള് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് ഈ പട്ടണം ഇതായിരുന്നില്ല പട്ടണത്തിന്റെ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വെറുതെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പട്ടണം പൂർണ്ണമായും ശൂന്യമാണ്. ഇവിടെ വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്ന ചില കച്ചവടക്കാരെ നമുക്കൊന്ന് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത് ഈ പുനലൂർ പട്ടണത്തിൽ ഏകദേശം 30 വർഷത്തോളമായി ചെരുപ്പ് തുന്നുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ചോദിക്കാം. அண்ணா எங்கനെയുണ്ട് ചൂട് இப்ராசஸ்? சூடு நாங்கள் 30 கொள்ள ஆச்சு. இவ்வளோ சூடு பார்த்ததே இல்லை. இந்த வருஷம் தான் அதிகமான சூடு. நான் மூத்திரம் பழுத்து இப்போதான் 900 ரூபா செலவு பண்ணிட்டு உட்காந்துருக்கேன். எங்களால் உட்காரவே முடியல. வியாபாரமும் இல்லை, ஆளுகளும் இல்லை. ரொம்ப சூடு இந்த வருஷம், ரொம்ப சூடா உட்கார முடியல. ரொம்ப வேர்த்து ஊத்துது. அதோட வேற வழி இல்லை, இங்கே உட்காந்துருக்கேன். என்ன செய்ய? പുനലൂർ തൂക്കുപാലത്തിന് സമീപത്തായി ഏകദേശം 30 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം ഇവിടെയാണ്. ഈ ജോലി കൊണ്ടാണ് ആ കുടുംബം പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും പേരങ്ങ കച്ചവടത്തിനായിട്ട് എത്തിയ ഒരു സഹോദരൻ. എങ്ങനെയുണ്ട് ചൂട് നിങ്ങൾ തമിഴ്നാട് അപേക്ഷിച്ച് നോക്കുമ്പോൾ? பயங்கரமா சூடா இருக்குது. வியாபாரம் ரொம்ப குறைவா இருக்கு. அது தமிழ்நாட்டிலும் கேரளாவிலும் தமிழ்நாட்டோட கேரளால அதிகமான சூடு இருக்கு. வியாபாரம் ரொம்ப மொத்தமே ஆள்காரே இல்லை. நான் மட்டும் தான் நிற்கிறேன். வெயில் அதிகம், சூடு அதிகம்னா வியாபாரம் கச்சவடம் ரொம்ப கம்மியாக தான் இருக்கு. പുനലൂർ പട്ടണത്തിന്റെ നടുവിലൂടെയാണ് നമ്മുടെ ഈ കല്ലടയാർ ഒഴുകി പോകുന്നത്. പുനലൂർ പട്ടണത്തെ കീറിമുറിച്ച് ഒരു നദി ഈ ഒഴുകി പോകുന്നുണ്ടെങ്കിലും ആ നദി യാതൊരു ഗുണവും നമുക്ക് പ്രയോജനം ചെയ്യാത്തതിൽ. കാരണം അത്രയധികം ചൂടാണ്. സാധാരണ ഒരു നദി ഒക്കെ ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ശാന്തമായി ലഭിക്കും. പക്ഷെ ആ തരത്തിൽ അതിഭീകരമായ ചൂടാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം വലിയ ദുരിതത്തിലാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? അതിഭയങ്കരമായ ചൂടാണ്. ഇപ്പം പുനലൂർ നിൽക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ ചൂടാണ് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിരവധി കച്ചവടക്കാര്, വഴിയാത്ര കച്ചവടക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം ചൂട് കാരണം അവർ പലായനം ചെയ്യുകയാണ് അവരുടെ നാട്ടിലേക്ക്. തമിഴ്നാട്ടിൽ ഉള്ള ആൾക്കാർ, മറ്റേ പശ്ചിമ ബംഗാളിലുള്ള ആൾക്കാർ ഒക്കെ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഒരുപാട് മറ്റേ ചെറിയ ചെറിയ തൊഴിലുകൾ, കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചൂട് കാരണം പോയിരിക്കുകയാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. നമുക്കറിയാം, ജീവിതത്തിൽ ഇത്രയും എൻ്റെ വയസ്സിനിടയ്ക്ക് ഇത്രയും ചൂട് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല പുനലൂരിൽ. അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഈ നമ്മൾ പുനലൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടാണ്. കേരളത്തിലെ തന്നെ റെക്കോർഡ് ചൂടുമായാണ് പുനലൂർ മുന്നേറുന്നത്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വളരെയധികം സാംക്രമിക രോഗങ്ങളും ശാരീരിക അസ്വസ്ഥതകളും വളരെയധികം ദുരിതങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. ഹോർമുസിൽ ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നൽകിയിട്ടുണ്ട്. ഹോർമുസിലെ ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചു. അമേരിക്ക, ഇറാൻ അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. ഇസ്ലാമാബാദിലായിരിക്കും ഈ ചർച്ചയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം അമേരിക്ക കടുപ്പിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതാണ്ട് 5000-ഓളം സൈനികരെ തങ്ങൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനിലേക്ക് പോവുകയോ ഇറാനിൽ നിന്ന് തിരികെ വരികയോ ചെയ്യുന്ന കപ്പലുകൾക്ക് മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങിയെന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കപ്പലുകൾ അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അവ പിടിച്ചെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിപ്പോൾ ഏത് രാജ്യത്തിന്റെ കപ്പലാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 10ഓളം കപ്പലുകൾ ഇത്തരത്തിൽ അമേരിക്കൻ സൈനികരുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ ഇറാനിലേക്ക് പോയിരുന്ന 10ഓളം കപ്പലുകൾ യാത്ര നിർത്തിവെച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം പുറത്തു വരുന്നത്. ഈ ഉപരോധം ഇത്രയും സമയം പിന്നിടുമ്പോൾ വലിയ വിജയം എന്ന അവകാശവാദവും അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതിന് അതേ നാണയത്തിൽ തിരിച്ച്
തിരിച്ചടി നൽകും എന്നുള്ളതാണ്. അതായത് ഹോർമുസുമായി ബന്ധപ്പെട്ട് ഉപരോധം തുടർന്നാൽ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ അതൊരു പുതിയ പോർമുഖം തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് രാജ്യങ്ങളിലടക്കം എല്ലാവിധ സാധനങ്ങളുടെയും മൂവ്മെന്റ് നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ചെങ്കടൽ എന്നുള്ളതാണ്. ഈ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ലോകരാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം ഉപരോധം തുടർന്നാൽ കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ചെങ്കടൽ, ഗൾഫ് എന്നിവിടങ്ങളിലെ കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളിൽ തടയും എന്ന മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഉപരോധം എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നും ഇറാൻ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും 22-ന് വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ പോവുകയാണ്, നമുക്കറിയാം. അതിന് മുൻപ് മറ്റൊരു ചർച്ചയ്ക്ക് കൂടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒരു ചർച്ച കൂടി ഉണ്ടാകും, ഒരു രണ്ടാം വട്ട ചർച്ച ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമാബാദ് തന്നെ ആയിരിക്കും വേദി എന്ന കാര്യത്തിലും സംശയമില്ല. അതേസമയം വെടിനിർത്തൽ നീട്ടണം എന്ന ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ 1-2 ദിവസത്തിനകം കാര്യമായ ചർച്ചകൾ നടക്കും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതിന്റെ ഭാഗമായി അമേരിക്കയുടെ സൈനിക തലവൻ അസിം മുനീർ അടക്കമുള്ളവർ ഇപ്പോൾ ഇറാനിലുണ്ട്. ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചകളിൽ അമേരിക്ക എന്ത് നയമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ഇറാനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം എന്ന് അറിയുന്നു. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ശ്രമങ്ങൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതിനിടയിൽ ചൈന പറയുന്ന ഒരു കാര്യം, തങ്ങൾ ഇറാനെ സഹായിക്കുന്നു എന്നുള്ള ആരോപണം തെറ്റാണ്. ചൈന ഇറാനെ സഹായിക്കുന്നതിനാൽ അത്തരം തെളിവുകൾ കൂടുതലായി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ പറയുന്നത് 50% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നാണ്. അത്തരം താരിഫ് ഏർപ്പെടുത്തുന്നതുമായി അത്തരം രീതിയിൽ മുന്നോട്ട് പോയാൽ അതിന് ബദലായി തങ്ങൾക്കും ചില നടപടിക്രമങ്ങളുണ്ട് എന്നും ചൈന പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ലോകക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ കാര്യമായ തരത്തിലുള്ള അത്തരം വിലയിരുത്തലുകൾ ഉണ്ടാവുന്നില്ല. ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത കൂടിയുണ്ട്. അത് എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ആ ചർച്ചയിലും കാര്യങ്ങൾ വഷളായാൽ 22-ന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിലും ചില ആശയക്കുഴപ്പങ്ങൾ തുടരുന്നുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവാവിനെ അടിച്ചുകൊന്നു. തിരുവല്ലം വണ്ടിത്തടം സ്വദേശി സുമനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ അനന്തു, അച്ചു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാറിലെ തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇന്നലെ രാത്രി 11:30 മണിയോടുകൂടിയായിരുന്നു ബാറിൽ വലിയ സംഘർഷമുണ്ടായത്. 2 സംഘങ്ങളായി എത്തിയ യുവാക്കളാണ് ബാറിൽ ഏറ്റുമുട്ടിയത്. പയറ്റുപുഴ സ്വദേശികളായ അച്ചു എസ് ബാബുവും സൂര്യജിത്തും ബാറിൽ എത്തുന്നു. അവിടെ തന്നെ സുമൻ, അതുപോലെ തന്നെ ലാലു കൃഷ്ണൻ എന്ന ആൾക്കൊപ്പമാണ് സുമൻ, ഈ കൊല്ലപ്പെട്ട സുമൻ അവിടെ എത്തുന്നത്. 2 കൂട്ടരുമായി ബാറിൽ വെച്ച് തർക്കമുണ്ടായി. ഇവിടെ വെച്ച് സുമൻ, ലാലു കൃഷ്ണനും സുമനും ചേർന്ന് അച്ചു എസ് ബാബുവിനെ മർദ്ദിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ തർക്കമാണ് പിന്നീട് ബാർ അടച്ച ശേഷം 12 മണിക്ക് ശേഷം ബാറിന് പുറത്തേക്ക് മാറുന്നത്. അച്ചു തൻ്റെ സഹോദരനെ കൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. സഹോദരൻ ചേർന്ന് സുമനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അത് പൂർണ്ണമായും ഇയാളുടെ ബോധം മറയുന്നവരെ മർദ്ദിച്ചു. അതിക്രൂരമായി കൊല്ലപ്പെട്ടു എന്നിവർ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പോലീസ് നൽകിയ മൊഴി. പക്ഷേ കൊല്ലാൻ ഉദ്ദേശിച്ചുള്ള മർദ്ദനമെന്ന് വളരെ വ്യക്തമായി തന്നെ ആ ദൃശ്യങ്ങളിൽ മനസ്സിലാകും. ഏറെ സമയം മർദ്ദിച്ചു. അതിനുശേഷം അയാൾ അവിടെ ഉപേക്ഷിച്ച് ഇവർ രക്ഷപ്പെട്ടു. ഹോട്ടൽ അധികൃതരാണ് പോലീസിനെ വിളിച്ചു വരുന്നത്. പോലീസ് അവിടെ എത്തുമ്പോഴും അവർ കരുതിയത് വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെട്ട യുവാവ് എന്ന് കരുതിയാണ് നാട്ടുകാർ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബാറിൽ നടന്ന സംഘർഷങ്ങളുടെ ഭാഗമായി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായത്. ഈ സഹോദരങ്ങൾ 2 പേരെയും ഇവരുടെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 പേർക്കും ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ ബാറിൽ നടന്ന സംഘർഷത്തിൽ നിന്നുണ്ടായ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിക്കുകയാണ്. കോതമംഗലത്ത് മദ്യവിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്ന് ആരോപിച്ച് വനിതാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റു. വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. പിണവൂർക്കുടിയിൽ ഒരു ക്ലബിന്റെ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. വാർഡ് അംഗത്തിന്റെ മകൻ വിമൽ, അനിൽ, സതീശൻ എന്നിവർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്.
പീഡനക്കേസിൽ പ്രതിയായ IT വ്യവസായി വേണു ഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം നൽകിയത്. കർശന നിബന്ധനകളോടെയാണ് ജാമ്യം. അതിജീവിതയെ സ്വാധീനിക്കാൻ പാടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടണം, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം എന്നീ നിബന്ധനകളോടെയാണ് ജാമ്യം നൽകിയത്. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പാലക്കാട് വിഷു ആഘോഷത്തിനിടെ അപകടം. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന ഗുണ്ട് പൊട്ടി യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം രാഗം കോർണറിലെ വെള്ളപ്പാംതൊടി ദിലീപാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. പൊള്ളലേറ്റ ഉടൻ തന്നെ മാങ്ങോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാസർഗോഡ് ചെറുവത്തൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് യുവാവ് മരിച്ചു. ചെറുവത്തൂർ പൊന്മാലം സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ഗ്യാസ് ഏജൻസി ജീവനക്കാരനാണ്. ഇന്നലെ രാത്രി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഓട്ടോ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചു. ഇക്കുറി തൃശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റാൻ ഒരുങ്ങുകയാണ് കൊല്ലം തൃക്കടവൂരിന്റെ അഭിമാനമായ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ശിവരാജുവിന് വൈദ്യപരിശോധനകൾ പൂർത്തിയായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗിക അനുമതിയും നൽകിയിട്ടുണ്ട്. പൂരപ്പറമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ശിവരാജുവിനെ കാണാനുള്ള ആവേശത്തിലാണ് ആനപ്രേമികളും നാട്ടുകാരും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശിവരാജുവിന് ഈ അവസരം ലഭിച്ചത്. പാറമേൽക്കാവ് ദേവസ്വത്തിന്റെ ക്ഷണക്കത്തിനെ തുടർന്ന് നടപടികൾ തുടങ്ങി. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഔദ്യോഗിക ഉത്തരവിറക്കി. ഇതോടെ ഈ വർഷം പാറമേൽക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത് തൃക്കടവൂർ ശിവരാജു തന്നെയെന്ന് ഉറപ്പായി. ഇനി തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം കമ്മിറ്റിക്ക് മാത്രമല്ല, നമ്മൾ കരയിലുള്ള 8 കരയിലുള്ള ആൾക്കാർക്ക് ഇതൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. അത് പല ആൾക്കാരും പോകാനായിട്ട് തയ്യാറെടുത്ത് കാണാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൃക്കടവൂരപ്പൻ്റെ സഹായത്താൽ ഇനിയും ശിവരാജുവിന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനാണ് ഗജവീരൻ എന്നറിയപ്പെടുന്ന ശിവരാജു. ചെവിയുടെ പ്രത്യേക ഘടനയും ഭംഗിയുമാണ് ശിവരാജുവിനെ മറ്റാനകളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത്. കുട്ടിക്കാലം മുതൽ ശിവരാജുവിനെ അടുത്തറിയുന്ന നാട്ടുകാരും വലിയ ആവേശത്തിലാണ്. ഈ മാസം 26 നടക്കുന്ന തൃശൂർ പൂരത്തിൽ തൃക്കടവൂർ ശിവരാജു പാറമേൽക്കാവിലമ്മയുടെ തിടമ്പേറ്റി നിൽക്കുന്നത് കാണാൻ തൃശൂരിന് തിരിക്കാനുള്ള ഒരുക്കത്തിലാണ് ശിവരാജു ഫാൻസുകാർ കൂടിയായ നാട്ടുകാർ. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. ഞങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തന്നെ അറിയില്ല. ആദ്യമേ ഇതേപോലെ തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ 16 വർഷം മുമ്പാണ് ശിവരാജുവിന് ഇങ്ങനൊരു അവസരം, പാറമേക്കാവിൻ്റെ കൂട്ടാനെയായിട്ട് നിൽക്കാനൊരു അവസരം 16 വർഷങ്ങൾക്ക് മുമ്പെയാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അവന് തിടമ്പാനയായിട്ട് പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വടക്കുന്നാഥന് മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നൊരു ഭാഗ്യം ഇത്തവണ അവന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കൊല്ലത്തിന്റെ മണ്ണിൽ വളർന്ന ഈ ഗജവീരനെ പൂരങ്ങളുടെ പൂരത്തിലേക്ക് യാത്രയയക്കുന്ന ചടങ്ങും ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണിവർ. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ തൃശൂർ പൂരപ്പറമ്പിൽ നായകനായി കാണാൻ കാത്തിരിക്കുകയാണ് ആനപ്രേമികൾ. ന്യൂസ് 18 കൊല്ലം. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,260, പവന് 1,14,080. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,780, പവന് 94,240. വെള്ളി ഗ്രാമിന് 270, കിലോയ്ക്ക് 2,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിന്റെ അതിർത്തിയിലാണ് കന്യാകുമാരി ജില്ലയിലെ കിള്ളിയൂർ. ഒരു റോഡിന്റെ ഇരുവശത്തുമായി 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ. കിള്ളിയൂരിലെ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളിലേക്കാണ് ഇനി. ഈ റിപ്പോർട്ടിന് ശേഷം സ്പോട്ട് ലൈവ് കാണും.
കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ടെണ്ണലിന് വേണ്ടി കാത്തിരിപ്പാണ്. ആര് ജയിക്കുമെന്ന വലിയ ആകാംക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ മുന്നണികളുമെല്ലാം. ഞാനുള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. കേരളം എന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശം. പക്ഷേ ഇവിടെ ഈ പ്രദേശത്തെ ഈ ഒരു കട സ്ഥിതി ചെയ്ത സ്ഥലം മാത്രമാണ് കേരളത്തിലുള്ളത്, നെയ്യാറ്റിൻകര മണ്ഡലത്തിലുള്ളത്. അതിന് പുറകുവശത്ത് ഈ കടയ്ക്ക് ഒരു ചെറിയൊരു ചായക്കടയും പഴക്കടയും ഒക്കെയാണ്. തൊട്ട് പിന്നിൽ വന്നാൽ അവിടെ തമിഴ്നാടിന്റെ പ്രദേശമാണ്. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട കിള്ളിയൂർ നിയമസഭാ മണ്ഡലമാണ്. ഈ കടയുടെ തൊട്ടു പുറകിൽ വരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ ഭാഗമൊക്കെ വരുന്നത് കിള്ളിയൂർ മണ്ഡലമാണ്. നമുക്ക് അവിടെ തന്നെ തൊട്ടടുത്ത് ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ ബാക്കിയായി എൻ ശക്തന്റെ ആൻസറിന്റെ നെയ്യാറ്റിൻകര മണ്ഡലത്തെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളൊക്കെ കാണാം. ഈ ഭാഗം മാത്രമാണ് കേരളം വരുന്നത്. അത് പിന്നിട്ടാൽ ഈ റോഡിന്റെ ഈ ഭാഗത്ത് കേരളം വരുമ്പോൾ തൊട്ട് വലതുവശത്ത് ഒരു റോഡ് ഒന്ന് ഇപ്പുറത്തേക്ക് മാറിയാൽ ഈ ഭാഗം വരുന്ന തമിഴ്നാടാണ്. ഡാൻ കുര്യൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ദിവസങ്ങളാവുന്നേ ഉള്ളൂ. ഇനി ഇവിടെ വോട്ടെണ്ണം കാത്തിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ഇവിടെ ഈ നമ്മുടെ തൊട്ടടുത്ത്, അതായത് കുറച്ചു ദൂരം മാറിയാൽ കേരളമാണ്, നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലമാണ്. ഇവിടെ വ്യത്യാസം എന്താണ് കാണുന്നത്? ഇവിടെ നമ്മുടെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം എന്താണോ പ്രതീതി, അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം തോന്നുന്നു. കാരണം ഒരു ബഹളങ്ങളില്ല, അല്ലെങ്കിൽ ആൾത്തിരക്കില്ല, പാർട്ടി പ്രവർത്തകർ കൂടി നിന്ന് ഈ ഇലക്ഷനെ പറ്റി ചർച്ച ചെയ്യുന്നതില്ല. എല്ലാം വളരെ സാധാരണമായ കാഴ്ചകൾ മാത്രം. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതെങ്ങനെ മുമ്പോട്ട് പോകാൻ. ഇപ്പൊ ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് സംസ്ഥാനങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളൊക്കെയാണ്. ഇത് ഒരു വശത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോവാണോ എന്ന് തോന്നും. കാരണം ഈ പോസ്റ്റർ കാണുമ്പോൾ അതെ അതെ, ഇവിടെ നമുക്ക് എവിടെ ഒരു പോസ്റ്റർ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയാലേ അത് ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്റെ പേര് വേലിക്കുട്ടി. തമിഴ്നാട്ടിലാണ്. നേരത്തെ കേരളത്തിലായിരുന്നു അല്ലേ? ജനിച്ചത് അവിടെയാ. എവിടെയായിരുന്നു? നമ്മുടെ കുളത്തൂര്. കുളത്തൂര് അവിടെയാണ്. എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? എത്ര നാളായിട്ട് ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിൽ? ഞാൻ എന്റെ കുട്ടിപ്രായത്തെ വന്നു, ഒരു 5 വയസ്സ് പ്രായത്തില്. എങ്ങനെയുണ്ട് ഇവിടെ ഇവിടുത്തെ ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഭരണമൊക്കെ സ്റ്റാലിന്റെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റാലിന്റെ ഭരണം ഇതുവരെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 10 വർഷം 5 വർഷം കഴിഞ്ഞല്ലോ. ഇത് എന്റെ എനിക്കിടെ 2ാമത്തെ പീരീഡാണ്. പെൻഷനൊന്നുമില്ല, വലിയ ആംഗങ്ങളും ഉള്ളതുപോലെയൊക്കെ കഴിഞ്ഞു വിടുന്നു. പെൻഷനൊക്കെ തരുന്നില്ലേ? പെൻഷനൊന്നും ഒരു കുറവില്ല. ഇല്ല. പെൻഷൻ എന്തൊക്കെ പെൻഷൻ ഉണ്ട്? നമുക്ക് വീട്ടിൽ 5 കിലോ അരി ഒരു കാർഡിന്, ഒരാളിന് 5 കിലോ അരി. പിന്നെ പെണ്ണുങ്ങൾക്ക് 1000 രൂപ മാസം റേഷൻ കട വഴി. പിന്നെ വണ്ടി ഫ്രീ, ചെറിയ റൂട്ടുകളല്ല, ബസ്സിൽ. പിന്നെ ഇനി ഇതൊക്കെ ആര് വരുന്ന സർക്കാർ ചെയ്യാൻ പോകുന്നു? കുളത്തിലുണ്ടെങ്കിൽ പടയിൽ പായൂ. കുളത്തിലുണ്ടെങ്കിലേ പടയിൽ പായും. അപ്പൊ സ്റ്റാലിൻ തന്നെ വീണ്ടും പായും. എന്താ അതൊന്നും എനിക്ക് പറയാ, ഞാൻ അറിയാനല്ല. അത് ജനങ്ങളെ വിജയൊക്കെ, സിനിമാ നടൻ വിജയൊക്കെ വരുന്ന മത്സരിക്കുന്ന അത് അവൻ ഇടയിൽ വന്ന് ഇടയിൽ പോകും. അവന് ഇതെല്ലാം അറിയാമോ? നടിയർ നടിച്ചവൻ, മറ്റോ സാലൻ അതിൽ തന്തയായിട്ട് അടിപെട്ട് തേറിയവരാണ്. കാര്യമില്ല. കാര്യമല്ല. ADMK ഇല്ല, ജയലളിതയുടെ പാർട്ടിയൊക്കെ എപ്പോഴും ഇല്ലേ? ജയലളിത പോയില്ലയോ ഈ നാട് വിട്ട്? ചത്തവന്റെ ജാതകം എഴുതിയിട്ട് കാര്യം എന്തുവാ? ചത്തവൻ പോയി. ഞാൻ വളരെ രസകരമായ പ്രതികരണമാണ് ഇദ്ദേഹത്തിന്. ഈ ചായ ഗ്ലാസ് ഇത് ഒരു പറയേണ്ട കാര്യമാണ്. നമ്മളിവിടെ എവിടെ പോയാലും കഴിക്കും, കഴിപ്പും കുടിപ്പും ഒക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതെ, അതായത് നമ്മളിവിടെ ജ്യൂസിന് കൊടുക്കുന്ന ഗ്ലാസ്, ഇവിടെ ചായ കൊടുക്കുന്നത് ഈ ഗ്ലാസ്സിലാണ്. അതായത് നമ്മുടെ എത്ര രൂപ ചായക്ക്? എത്ര കേട്ടോ വില? ബൂസ്റ്റ് എത്രയാണ് വില? ചായക്ക് എത്ര വില? ചായക്ക് 10. നമ്മളിവിടെ ബൂസ്റ്റിന് 20 രൂപയാണ് ചെറിയൊരു ഗ്ലാസ്. അപ്പോഴാണ് ഈ വലിയ ഗ്ലാസ്സിൽ തമിഴ്നാട്ടിലേക്ക് താമസം മാറാനുള്ള ആഗ്രഹം. കാരണം ഇദ്ദേഹം പറയുന്ന കേട്ടിട്ട് അതെ അതെ അതെ, ഈ ബസ്സിന്റെ പൈസയൊക്കെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു നാട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴേ അതിനായി കോൺഗ്രസ് ഒരു പക്ഷേ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിട്ടോ കൊണ്ടുപോകും. എങ്ങനെ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ എവിടെ കൊണ്ട് തിരഞ്ഞെടുപ്പ് പോയപ്പം എങ്ങനെ? ഓട്ടോറിക്ഷക്കാർക്കൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. വീട്ടിലെ പെണ്ണുങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നുണ്ട്. പിന്നെയും സ്റ്റാലിന്റെ ഘടകകക്ഷികളൊക്കെ ചേർന്നിട്ട് 21 കക്ഷികളുണ്ട്. അവർ തന്നെ ജയിക്കും. ഇവിടെ കോൺഗ്രസ് MLA രാജേഷ് കുമാർ കിള്ളിയൂര് അങ്ങനെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷം അല്ലെങ്കിലും ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ കച്ചവടം? ചായയുടെ വലിയ ഗ്ലാസ്സൊക്കെ നമ്മൾ അവിടെ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്സിലാണ് ഇവിടെ ചായ കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? ഇത് പശുമ്പാലാണ്, വെള്ളമൊന്നും ഒഴിക്കത്തില്ല, പ്യുവറായിട്ട് കൊടുക്കുന്നതാണ്. വില 10 രൂപ.
23 രൂപ. അത് ബൂസ്റ്റ് ഒക്കെ അല്ലേ? ചായ 10 രൂപ. ഇത് മൊത്തം കേരളമാണോ? കേരളം. തൊട്ടപ്പുറത്ത് തമിഴ്നാടും വരും. ഇത് ബോർഡർ തമിഴ്നാട്, തൊട്ടപ്പുറത്ത് ആ റോഡിന്റെ അപ്പുറത്തൊക്കെ എല്ലാം കേരളമാണ്. ഇതിലെ ഈ കടയുടെ പുറകിലൊക്കെ തമിഴ്നാട് വരും. തമിഴ്നാട്. എങ്ങനെ ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ കൊള്ളാം, ആൻസലും പാസ്സാവുന്നുണ്ട്. നിങ്ങൾ നെയ്യാറ്റിൻകര മണ്ഡലം? നെയ്യാറ്റിൻകര. ആൻസലും പാസ്സാവും. ശക്തനല്ലേ? അത് കണ്ടറിയാം, ഭാഗ്യ പരീക്ഷണമാണല്ലോ. ഈ തമിഴ്നാട്ടിലെ ഇലക്ഷൻ നമ്മളെ ഇലക്ഷൻ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വലിയ ബഹളം. ഇവിടുത്തെ ഇലക്ഷൻ തന്നെ നോക്കാം. ഇപ്പൊ പിണറായിയുടെ ഭരണം ഭയങ്കര ഭരണമാണ്. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. പ്രവർത്തകനാണ്? ഇല്ല, ഞാൻ ഒറിജിനൽ 48 വർഷം കോൺഗ്രസ്സുകാരനാണ്. AT ജോർജ്, സെൽവരാജ്, സോളമൻ അലക്സ്, ഇവിടുത്തെ ബെനഡിക്റ്റ്, ഇതെല്ലാം എന്റെ കോളേജ് മെറ്റായിരുന്നു. ഇപ്പോഴത്തെ ഹരീന്ദ്രൻ കോളേജ് മെറ്റായിരുന്നു. അവരൊക്കെ വലിയ രൂപത്തിലായി. നമ്മളൊക്കെ കർഷക തൊഴിലാളി, ആശാരി, മൂശാരി ഒക്കെ. കോൺഗ്രസ് ആയിട്ടും പിന്നെ ഈ പിണറായിയുടെ ഭരണം കൊള്ളാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന് രണ്ട് ചില കാര്യങ്ങൾക്ക് അവർ തടസ്സമാണ്. ഉമ്മൻചാണ്ടി നല്ല ആളാണ്, പക്ഷെ അയാളുടെ ഭരണകാലത്ത് മുനിയർ പിന്നെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി 600 രൂപ കൊടുക്കാൻ എവിടെയെല്ലാം ഓട്ടിച്ചെന്നറിയാം. സഹകരണ ബാങ്കിൽ ഓട്ടിച്ചു, പഞ്ചായത്തിൽ ഓട്ടിച്ചു, ബാങ്കിൽ ഓട്ടിച്ചു. ഇങ്ങനെയൊക്കെ ഓട്ടിച്ച പാവപ്പെട്ടവൻ, വയസ്സായ ആളുകൾ. പെൻഷൻ ഉണ്ടോ കിട്ടുന്നത്? എനിക്കുണ്ട്. ഇത് വെച്ചില്ലേ തമിഴ്നാട്ടിൽ ഇത് തമിഴ്നാട് ഇലക്ഷനാണ് വരാനുള്ളത്. അപ്പൊ ഇവിടെ ആര് ജയിക്കാൻ സാധ്യതയുള്ളത്? ഇവിടെ കോൺഗ്രസിനാണ് വെല്ലുവിളി. അത് മുന്നണിയാണ്. നിങ്ങളൊക്കെ ഇവിടെ തൊട്ടപ്പുറത്ത് CPM-ഉം കോൺഗ്രസും മത്സരിക്കും. ഇവിടെ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കുന്നു. ഇത് കേരളത്തിലുള്ള ആളാണ്, നെയ്യാറ്റിൻകര വോട്ടറാണ്. തൊട്ടപ്പുറത്താണ് നെയ്യാറ്റിൻകര. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ആവേശം. ഞാൻ ഒരു ഗ്ലാസ് ചായ ഇതുവരെ കുടിച്ചു തീർന്നില്ല, അത്രയധികം ചായ ഉണ്ടെന്നു. ഞാൻ എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിലൊരു ഇവിടുത്തെ ഒരു സാഹചര്യം? നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പോലും കേരളത്തിലെ പോലെ ചൂടില്ല, ഈ തെരഞ്ഞെടുപ്പ് ചൂടില്ല. പക്ഷേ ആളുകൾ വോട്ട് ചെയ്യാനൊക്കെ പോകും. 10 വർഷമായിട്ട് കോൺഗ്രസിന്റെ MLA ആണ് ഇവിടെ. അദ്ദേഹം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. എന്താണ് മൊത്തത്തിൽ ഇവിടെ ഒരു? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുമ്പം ഇവിടെ ഈ സ്കീംസ് ഉണ്ടല്ലോ, ഈ ക്ഷേമ പദ്ധതികളിൽ ആകൃഷ്ടരായി അത് വാഗ്ദാനം ചെയ്യുന്ന സർക്കാരിനോട് കൂടുതൽ വോട്ടർമാരൊരു അഭിനിവേശം കാണിക്കുന്നത് കൂടുതലുള്ളൊരു മേഖല തമിഴ്നാടാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ ഇവിടെ ഈ ജയലളിതയുടെ കാലത്ത് സൈക്കിളെ കൊടുത്തു അല്ലെ? സൈക്കിൾ കൊടുക്കുമെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ഇല്ലേ? പിന്നീട് ജോലിയില്ല, അത് നിങ്ങൾ പറയുന്നില്ലല്ലോ. ഇവിടെ പഠിച്ചവർക്കാർക്ക് ജോലിയില്ല. 1000 രൂപ കൊടുത്താൽ അത് വലുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കേരളം പോലെയല്ല. കേരളത്തിൽ പഠിച്ച 5 വർഷം 10 വർഷത്തിനകത്ത് PSC ടെസ്റ്റ് എഴുതുന്ന അവരെ ജോലി നോക്കി പോകുന്നു. അവർക്ക് വാങ്ങാൻ പറ്റും. പ്രൈവറ്റ് ജോലികളാണ് കൂടുതലുള്ളത് എവിടെ? തമിഴ്നാട്ടിൽ. ഇവിടെ കൂലിപ്പണി 10,000 12,000 പ്രൈവറ്റിന് പോയി വിഴുന്നു കൊടുക്കുകയാണ് ഇവിടുത്തെ ജോലി. ആരും ഗവൺമെന്റ് ജോലി കൊടുക്കുന്നില്ല. അപ്പൊ അതിനെ മറികടക്കാനാണ്, അതിനാരും ജനങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാനാണ് മാസം 1000. നീ ബസ്സിൽ ഫ്രീയാ പോകേണ്ട കാര്യമില്ല. കാരണം 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ടീച്ചർമാരാണ് കൂടുതൽ അതിൽ പോകുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമല്ല. അത് ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഭരിക്കുന്നതുകൊണ്ടുള്ള കാരണമാണ്. കാരണം ബസ്സിൽ മെക്കാനിക്കായിട്ടോ കണ്ടക്ടറായിട്ടോ ജോലി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കാനില്ലെന്ന് പറയുന്നു. നഷ്ടത്തിൽ ഓടുന്നെന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ജനങ്ങളെ ഫ്രീ ആയിട്ട് അതിൽ ടിക്കറ്റ് എടുക്കാതെ സൗജന്യമല്ല കൊടുക്കേണ്ട, മര്യാദയ്ക്കുള്ള ജോലിയും അതുപോലെ തന്നെ കൂലിയും ഒക്കെ കൊടുക്കണം. നല്ല രീതിയിലുള്ള ജോലിയും കൂലിയും ഒക്കെ കൊടുക്കണം അല്ലേ? അവർക്ക് സ്വയം മര്യാദയോടെ ജീവിക്കേണ്ട ഒരു ഇത് ചെയ്തു കൊടുക്കാതെ ഇവരെ 3 തലമുറ കുടിച്ച് ഇവിടെ മയങ്ങി കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മറ്റൊരു തലത്തിലാണ് ഈ തമിഴ്നാട്ടിലെ. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഒരു റോഡ് മുറിച്ചു കടന്നാൽ തമിഴ്നാടാകും, തൊട്ടപ്പുറത്ത് കേരളവും. അങ്ങനെ വരുമ്പോഴും ഈ ക്ഷേമ പദ്ധതികളിലെ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ക്ഷേമം ആവശ്യമാണ്, വളരെ സാധാരണക്കായ ആളുകൾക്ക് ജീവിക്കാൻ ക്ഷേമ പദ്ധതികളും പെൻഷനും ഒക്കെ ആവശ്യം. പക്ഷേ അത് കൊടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല. പഠിക്കുന്നവർക്ക് ജോലി വേണം, അഭിമാനബോധം ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ ഒരുക്കണം. അതിനപ്പുറത്തേക്ക് ക്ഷേമവും പെൻഷനും മാത്രം കൊണ്ട് ആളുകളെ മയക്കേണ്ട നിലപാട് കൂടി ഇവിടെയുള്ള ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അരുൺ പാലോടിനും ഡാൻ കുര്യനുമൊപ്പം VV അരുൺ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.